നമസ്കാരം. ഒരു പകലിന്റെ വാർത്താ ചിത്രവുമായി ലൈവ് അറ്റ് 6 PM ആരംഭിക്കുകയാണ്. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. പൗരത്വ ഭേദഗതി നിയമത്തിന് അടിയന്തര സ്റ്റേ ഇല്ല. മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് 3 ആഴ്ച സമയം അനുവദിച്ചു. ഹർജികളിൽ അടിയന്തരവാദം അനുവദിക്കാതെ സുപ്രീം കോടതി. ഏപ്രിൽ 9 വാദം കേൾക്കും. മുൻവിധിയോടെ സമർപ്പിച്ച ഹർജികളെന്ന് കേന്ദ്രം. CAA കേസുകൾ പിൻവലിക്കുന്നതിൽ സർക്കാരിന് ആത്മാർത്ഥതയില്ലെന്ന് കോൺഗ്രസ്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞ PFI പ്രവർത്തകൻ പിടിയിൽ. NIA സംഘം ഷഫീഖിനെ അറസ്റ്റ് ചെയ്തത് കൊല്ലത്തു നിന്നും. അറസ്റ്റിലായത് PFIയുടെ ഹിറ്റ് സ്ക്വാഡിലെ അംഗം. പാലക്കാടിനെ ഇളക്കിമറിച്ച് നരേന്ദ്രമോദി. BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കരുത്തുപകർന്ന് റോഡ് ഷോ. കൊടും ചൂടിലും ആവേശം ചോരാതെ അണികൾ. മോദിയുടെ വരവ് BJPയുടെ വോട്ട് നഷ്ടപ്പെടുത്തുമെന്ന് രമേശ് ചെന്നിത്തല. മോദി ഗ്യാരണ്ടികൾക്ക് ബദലായി ന്യായ് ഗ്യാരണ്ടിയുമായി കോൺഗ്രസ്. അന്തിമരൂപം നൽകാൻ മല്ലികാർജുൻ ഖാർഗെയ്ക്ക് ചുമതല നൽകി. 5 ഉറപ്പുകൾ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റുമെന്ന് KC വേണുഗോപാൽ. CPM BJP ഒത്തുകളി ആരോപണം വീണ്ടും ചർച്ചയാക്കി കോൺഗ്രസ്. പിണറായി BJP ധാരണയ്ക്ക് ഇടനിലനിൽക്കുന്നത് EP ജയരാജനെന്ന് K സുധാകരൻ. സംഘപരിവാറിനെ തോൽപ്പിക്കുകയാണ് മുഖ്യ ലക്ഷ്യമെന്ന് MV ഗോവിന്ദന്റെ മറുപടി. ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിന്ന് മുൻ MLA ശിവദാസൻ നായർ. A ഗ്രൂപ്പിനെ അവഗണിക്കുന്നുവെന്ന് പരാതി. LDF കൺവെൻഷനിൽ പങ്കെടുത്തതിന് പാലായിലെ യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടിയെടുത്ത് NSS. തൃശൂരിൽ പ്രമുഖരെ കയ്യിലെടുക്കാൻ മത്സരം. ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസിനെതിരെ MM മണിയുടെ ഷണ്ടൻ പ്രയോഗം. ബീഹാറിൽ NDA സീറ്റ് വിഭജനത്തിൽ തർക്കം. മുന്നണി വിടാനൊരുങ്ങി രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടി. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. ചിരാഗ് പാസ്വാന്റെ LJPക്ക് മാത്രം സീറ്റ് നൽകിയെന്ന് ആക്ഷേപം. JMM നേതാവ് സീതാ മുർമു സോറൻ പാർട്ടി വിട്ടു. ടിപ്പറിൽ നിന്നും കല്ല് വീണ് ബൈക്ക് യാത്രികനായ യുവാവിന് ദാരുണാന്ത്യം. 4ാം വർഷ BDS വിദ്യാർത്ഥി അനന്തു മരണപ്പെട്ടത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ. അപകടം നടന്നത് തിരുവനന്തപുരം മുക്കോലയിൽ. പ്രതിഷേധവുമായി കോൺഗ്രസ്. വാർത്താ സമ്പന്നമായ ഒരു പകൽ ദിനമാണ് കടന്നു പോകുന്നത്. ഇന്നത്തെ ദിവസം ഡൽഹിയിൽ നിന്നും ചില സുപ്രധാനമായ നീക്കങ്ങളുണ്ടായി. അതിൽ ചില രാഷ്ട്രീയ നീക്കങ്ങളുണ്ട്. അതിലേക്കാൾ പ്രാധാന്യമുള്ളത് സുപ്രീം കോടതിയിലെ ചില നിയമ നടപടികളാണ്. നമുക്ക് ആദ്യം തന്നെ അത് പരിശോധിക്കാം. പൗരത്വ നിയമ ഭേദഗതി വിജ്ഞാപനം ചെയ്ത് സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം തൽക്കാലം സുപ്രീം കോടതി അംഗീകരിച്ചില്ല. ഹർജികളിൽ ഏപ്രിൽ 9 വീണ്ടും വാദം കേൾക്കും. കേന്ദ്രത്തിന് മറുപടി നൽകാൻ 3 ആഴ്ചത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. 4 വർഷത്തിന് ശേഷം തിടുക്കത്തിൽ വിജ്ഞാപനമിറക്കിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബലിന്റെ വാദം. ആർക്കെങ്കിലും പൗരത്വം നൽകിയാൽ പിന്നെ ഹർജി നിലനിൽക്കില്ലെന്നും മുസ്ലിം ലീഗിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ വാദിച്ചു. ആരുടെയും പൗരത്വം റദ്ദാക്കുന്നില്ലെന്നും മുൻവിധിയോടെയുള്ള ഹർജികളാണ് കോടതിക്ക് മുൻപിലെത്തിയതെന്നും സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. ആകെ 236 ഹർജികളാണ് സുപ്രീം കോടതിയുടെ പരിഗണനയിലുള്ളത്. മറുപടി നൽകും വരെ പൗരത്വം അനുവദിക്കുന്നില്ലെന്ന ഉറപ്പ് നൽകാനും സോളിസിറ്റർ ജനറൽ തയ്യാറായില്ല. പൗരത്വ ഭേദഗതി വിഷയത്തിൽ നിർണായകമായ നീക്കമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിൽ നിന്നും DYFI അടക്കമുള്ള സംഘടനകൾ, സംസ്ഥാന സർക്കാർ അടക്കമിൻ്റെ പൊതുനിലപാട്, ഇങ്ങനെ പല കാരണങ്ങളും ഈ വിഷയത്തിൽ നിയമ പോരാട്ടത്തിന് നീക്കം നടക്കുകയായിരുന്നു. പൗരത്വ ഭേദഗതി വിഷയവുമായി ബന്ധപ്പെട്ട് 236 ഹർജികളാണ്
സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തിയത്. ഈ 233 ഹർജികളിൽ പ്രധാനമായും പൗരത്വ ഭേദഗതി നിയമം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യമാണ് ഹർജികൾ ഉന്നയിച്ചിരുന്നെങ്കിലും പക്ഷേ ആ വാദത്തിന് ഇപ്പോൾ തൽക്കാലം കോടതിയുടെ ഒരു അംഗീകാരം കിട്ടിയിട്ടില്ല. എന്നാൽ ഏപ്രിൽ മാസത്തിൽ തന്നെ പരിഗണിക്കാം, ഹർജിയിൽ വാദം കേൾക്കാമെന്നൊരു നിലപാടാണ് കോടതി എടുത്തിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ ഈ ഹർജികളിൽ മുൻവിധിയോടെ വരുന്ന ഹർജികളെന്ന പൊതുവാദമാണ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പക്ഷേ കോടതി ഇക്കാര്യത്തിൽ ഒരു നിലപാട് ഇതുവരെ അറിയിച്ചിട്ടില്ല എന്നതാണ് സാഹചര്യം. രാഷ്ട്രീയ താൽപ്പര്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി ഈ വിജ്ഞാപനം പുറത്തിറക്കിയത് എന്നതാണ് ഈ വിഷയത്തിൽ ഹർജിക്കാർ കോടതിയിൽ എടുത്ത നിലപാട്. പക്ഷേ ഇക്കാര്യത്തിൽ കോടതിയുടെ ഭാഗത്തു നിന്നൊരു വ്യക്തത വന്നിട്ടില്ല. എന്തായാലും വളരെ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ ഒരു വിഷയമാണ് ഇന്ന് സുപ്രീം കോടതി പരിഗണിച്ചത്. ദേശീയ പ്രാധാന്യമുള്ള വിഷയമാണെങ്കിൽ കൂടിയും കേരളത്തിൽ നിന്നും കൂടുതൽ ഹർജികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് ശ്രീനിവാസൻ വധക്കേസിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന PFI പ്രവർത്തകൻ NIAയുടെ പിടിയിലായി. PFI നേതാവ് ഷഫീഖിനെ കൊല്ലത്തു നിന്നാണ് NIA സംഘം അറസ്റ്റ് ചെയ്തത്. ശ്രീനിവാസനെ ക്രൂരമായി കൊലപ്പെടുത്തിയ PFI മിഷണറി ആൻഡ് ഹിറ്റ് സ്ക്വാഡിലെ അംഗമായിരുന്നു മലപ്പുറം ജില്ലക്കാരനായ ഷഫീഖ്. പിടിയിലായ ഷഫീഖിന്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. NIA ഇയാളെ കൊല്ലത്തു നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അതിസുപ്രധാനമായൊരു നീക്കമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ദേശീയ അന്വേഷണ ഏജൻസി നടത്തിയിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കൊച്ചിയിൽ നിന്നും നവമി ദിനേശ് നമുക്കൊപ്പം ചേരുന്നു. നവമി, വളരെ പ്രധാനപ്പെട്ട ഒരു അറസ്റ്റാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. വളരെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഏറെ ചർച്ച ചെയ്യപ്പെട്ട സംഭവമാണ് പാലക്കാട് ഈ കൊലപാതകം. PFI നിരോധനവുമായി ബന്ധപ്പെട്ടൊക്കെ നടപടി എടുക്കാൻ വേഗത്തിൽ നടപടി ഉണ്ടായതും ഈ സംഭവങ്ങളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ്. എന്താണ് ഈ കേസും ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? സജിത്, കൊല്ലത്ത് നിന്നാണ് ഈ പ്രതി ഷഫീഖിനെ NIA പിടികൂടുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിൽ 16-നായിരുന്നു RSS പ്രവർത്തകനായ ശ്രീനിവാസനെ മെലാമുറിയിലെ കടയിൽ കയറി ആക്രമികൾ കൊലപ്പെടുത്തിയത്. ഈ കേസിലെ 62ാമത്തെ പ്രതി കൂടിയാണ് ഷഫീഖ്. എന്തായാലും NIA കോടതിയിൽ ഹാജരാക്കിയ ശേഷം 7 ദിവസത്തേക്കാണ് ഷഫീഖിനെ റിമാൻഡ് ചെയ്തത്. എന്തായാലും കസ്റ്റഡിയിലേക്ക് 7 ദിവസത്തെ റിമാൻഡ് കഴിഞ്ഞാൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനാണ് NIAയുടെ നീക്കം. തുടർന്ന് കൂടുതൽ ചോദ്യം ചെയ്യാൻ ആവശ്യമുണ്ട്. അതിന്റെ സാഹചര്യത്തിൽ അതിനു വേണ്ടിയിട്ടുള്ള നടപടികളാണ് ഇനി NIAയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുക. ഇതോടെ കേസിൽ പിടിയിലായ പ്രതികളുടെ എണ്ണം 71ആയി. ഈ 1ാം പ്രതിക്ക് കൊട്ടേഷൻ നൽകിയതും അതോടൊപ്പം തന്നെ ആയുധ പരിശീലനം നൽകിയതും ഷഫീഖാണ് എന്നായിരുന്നു NIAയുടെ കണ്ടെത്തൽ. മലപ്പുറം സ്വദേശിയാണ് ഷഫീഖ്. പക്ഷെ ഇയാൾ ഒളിവിലായിരുന്നത് കൊല്ലത്തായിരുന്നു. കൊല്ലത്ത് നിന്നാണ് NIAയുടെ സംഘം പ്രതിയെ പിടികൂടിയത്. തുടക്കം മുതൽ തന്നെ ഈ കേസിൽ ഒരു തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തുകയായിരുന്നു. പിന്നീടാണ് ആ കേസ് NIA ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായത്. എന്തായാലും പോപ്പുലർ ഫ്രണ്ടിന്റെ ഹിറ്റ് സ്ക്വാഡ് അംഗമായിരുന്നു ഷഫീഖ് എന്നാണ് NIA അറിയിക്കുന്നത്. എന്തായാലും കേരളത്തെ തന്നെ ഞെട്ടിച്ച വലിയൊരു കൊലപാതകമായിരുന്നു RSS പ്രവർത്തകനായ ശ്രീനിവാസന്റേത്. ഇതിലെ 62ാമത്തെ പ്രതിയാണ് ഇപ്പോൾ പോലീസ് NIA പിടികൂടിയിരിക്കുന്നത്. എന്തായാലും കേസിൽ ഇനിയും പ്രതികളുണ്ട്. അവരെ കൂടി പിടികൂടാനുള്ള നീക്കവും NIA ആരംഭിച്ചു കഴിഞ്ഞു. യെസ്, അതാണ് നവമി നൽകിയ വിശദാംശങ്ങൾ. എന്തായാലും ഈ PFI പ്രവർത്തകന്റെ അറസ്റ്റ് ഈ കേസുമായി ബന്ധപ്പെട്ട നിർണായക ഒരു നീക്കമായി തന്നെ മാറുകയാണ്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ ആവേശ കാഴ്ചയൊരുക്കി മോദിയുടെ റോഡ് ഷോ. പ്രചാരണം ആവേശമാക്കാൻ മോദി എത്തുകയാണ്. ഇന്ന് പാലക്കാട് നടന്ന പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയിൽ ആയിരങ്ങളാണ് റോഡിൻ്റെ ഇരുവശങ്ങളിലുമായി അണിനിരന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായിട്ടാണ് നരേന്ദ്രമോദി കേരളത്തിലെത്തുന്നത്. പ്രവർത്തകരുടെ ഊഷ്മളമായ വരവേൽപ്പാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മേഴ്സി കോളേജ് ഗ്രൗണ്ടിൽ ഹെലിപ്പാഡിൽ വന്നിറങ്ങിയ മോദി പുഷ്പാലങ്കൃതമായ വാഹനത്തിലാണ് 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് വരെയുള്ള 1 കിലോമീറ്റർ ദൂരത്തിലൂടെ റോഡ് ഷോ നടത്തിയത്.
രാവിലെ 8 മണിയോടുകൂടി തന്നെ പാലക്കാട് പ്രധാന പാതയിലെ കോട്ടമൈതാനം 5 വിളക്ക് മുതൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പരിസരം വരെ ഏകദേശം 900 മീറ്ററോളം രണ്ട് ഭാഗത്തുമായി ആളുകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രി 10 മണിക്ക് എത്തും അറിഞ്ഞ് 8 മണിയോടെ കൂടി തന്നെ ആളുകൾ എത്തിയിരുന്നു. കൃത്യം 10:20 ആയപ്പോൾ പ്രധാനമന്ത്രിയെയും കൊണ്ടുള്ള ഹെലികോപ്റ്റർ മേഴ്സി കോളേജ് മൈതാനത്തിറങ്ങി. 10:45 അദ്ദേഹം ഇവിടെ കോട്ടമൈതാനത്തെത്തി. 10:45 5 വിളക്കിൽ നിന്ന് റോഡ് ഷോ ആരംഭിക്കുന്നത്. വലിയ അത്യുഷ്ണത്തെ അവഗണിച്ചും വലിയ ആൾക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. കാരണം മോദിയുടെ വരവ് പ്രമാണിച്ചുകൊണ്ട് BJP വളരെ വിപുലമായ പരിപാടികൾ തന്നെയാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. എല്ലായിടത്തും തോരണങ്ങൾ കെട്ടിയും അതുപോലെ തന്നെ കൊടികളുമായി ജനങ്ങൾ രണ്ടു ഭാഗത്തുമായി കാത്തുനിന്നു. കഴിഞ്ഞ 2 തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ്, കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി മാത്രമാണ് മോദി പാലക്കാടെത്തിയത്. ആദ്യമായിട്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പ്രചാരണത്തിന് മോദി എത്തുന്നത്. പൊതുസമ്മേളനം ഇല്ലെങ്കിൽ പോലും റോഡ് ഷോയ്ക്ക് വലിയ ജനപങ്കാളിത്തം തന്നെ ഉണ്ടായിരുന്നു. മോദിക്കൊപ്പം BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനും അതുപോലെ തന്നെ NDA സ്ഥാനാർത്ഥികളായ C. കൃഷ്ണകുമാറും അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം ഉൾപ്പെടെയുള്ളവരാണ് ഈ വാഹനത്തിലുണ്ടായിരുന്നത്. അതായത് പുഷ്പങ്ങൾ കൊണ്ട് അലങ്കൃതമായ വാഹനമായിരുന്നു. കനത്ത സുരക്ഷാ സംവിധാനത്തിലായിരുന്നു മോഡിയുടെ റോഡ് ഷോ. എന്ത് ചൂടാണെങ്കിലും ശരി ഞങ്ങൾ നിൽക്കാൻ തയ്യാറാണ്. ഒന്നും പറയാനില്ല. ഇതുമാതിരി ഒരു വ്യക്തി ഇവിടെ എത്തുന്നത് തന്നെ ഏറ്റവും വലുതല്ലേ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ജനം. ഒരു നോക്ക് കാണാൻ അത്രേ വേണ്ടു. വേറെ ആ കൈവീശിന് ഒരു നോക്കും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം ഒരു ഇതായ മാതിരിയാണ്. ഭാരത് മാതാക്കി മോദിയെ കാണാൻ വേണ്ടി ഞങ്ങൾ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഒരു അവതാര പുരുഷനെ കാണാൻ വേണ്ടിയിട്ടാണ് നിൽക്കണം. അപ്പൊ ആ ഭാരത് മാതാക്കി പറയാണ്. മോദിജി കാണാൻ വേണ്ടി ആകാശമായിട്ട് എല്ലാവരും നിൽക്കുകയാണ്, കാത്തുകൊണ്ട് നിൽക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ് നമുക്ക്. കടുത്ത മീനച്ചൂടിനെ വകവയ്ക്കാതെ പുഷ്പവൃഷ്ടി നടത്തിയാണ് അവർ തങ്ങളുടെ പ്രിയ നേതാവിനെ വരവേറ്റത്. മോദിയുടെ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് പ്രവേശനം ലഭിക്കാതെ വന്ന നിരവധി പ്രവർത്തകരാണ് ഇടവഴികളിലും മോദി മേഴ്സി കോളേജിൽ നിന്ന് പുറപ്പെട്ട് റോഡ് ഷോ നടക്കുന്ന സ്ഥലത്തേക്ക് എത്തുന്നതിനുമുള്ള റോഡുകളിലും സ്ഥാനം പിടിച്ചത്. ഈ റോഡുകളിലൊക്കെ അതീവ സുരക്ഷാ നടപടികളാണ് ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് പലർക്കും മോദിയെ ഒരു നോക്ക് കാണാൻ മാത്രമാണ് കഴിഞ്ഞത്. വാഹനങ്ങൾ കടന്ന വഴിയിൽ മോദിയെ അഭിവാദ്യം ചെയ്ത പ്രവർത്തകർക്ക് നേരെ തിരിച്ച് നരേന്ദ്രമോദി പ്രത്യഭിവാദ്യം ചെയ്യുകയും ചെയ്തു. എന്തായാലും കനത്ത മീനച്ചൂടിനെ അവഗണിച്ചും നിരവധി പേരാണ് മോദിയെ കാണാനായി പാലക്കാടെത്തിയത്. നരേന്ദ്രമോദിയുടെ സന്ദർശനം പാലക്കാട് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുമെന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. നമുക്കറിയാം, ഓരോ തെരഞ്ഞെടുപ്പിലും പാലക്കാട് BJP കൃത്യമായ വളർച്ച രേഖപ്പെടുത്തുന്നുണ്ട്. അത് വോട്ടിന്റെ എണ്ണത്തിലാണെങ്കിലും അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ എണ്ണത്തിലാണെങ്കിലും അത്തരത്തിൽ കൃത്യമായ ഒരു വളർച്ച ഉള്ള മണ്ഡലത്തിൽ ഇത്തവണ മോദിയുടെ ഒരു സാന്നിധ്യം, മോദിയുടെ ഒരു പ്രചാരണം അത് ഏറെ ഗുണം ചെയ്യും എന്ന് തന്നെയാണ് BJPയുടെ പ്രതീക്ഷ ഉള്ളത്. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കപ്പിനും ചുണ്ടിനും ഇടയിൽ എന്ന തരത്തിലാണ് പാലക്കാട് BJPക്ക് ജയം നഷ്ടമായത്. ഇത്തവണ പാർലമെന്റിലേക്ക് എത്തുമ്പോൾ സാഹചര്യങ്ങൾ കുറച്ചുകൂടി അനുകൂലമാണ് എന്നൊരു വിലയിരുത്തൽ BJP നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷമുള്ള ആദ്യത്തെ സന്ദർശനം തന്നെ പാലക്കാട് ആയിട്ടുള്ളത്. എന്നാണെങ്കിലും നരേന്ദ്രമോദിയെ കാണുവാൻ ഈ വലിയ ചൂടിലും മണിക്കൂറുകൾ ആളുകൾ കാത്തുനിന്നതും അദ്ദേഹത്തിന് ലഭിച്ച സ്വീകരണവും അദ്ദേഹത്തോടുള്ള ആ സ്നേഹവുമൊക്കെ ആ പാലക്കാട് ഗുണം ചെയ്യും, പാലക്കാട് താമര വിരിയിക്കും എന്ന പ്രതീക്ഷയാണ് BJP നേതൃത്വത്തിനുള്ളത്. പാലക്കാട് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സന്ദർശനം സമീപ മണ്ഡലങ്ങളിലും ഇമ്പാക്ട് ഉണ്ടാക്കുമെന്നും BJP നേതാക്കൾ പ്രതീക്ഷ പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ് നരേന്ദ്രമോദിയുടെ ഈ റോഡ് ഷോ.
പാലക്കാട് നിന്നും എസ് വിനേഷ് കുമാറിനും MS അനീഷ് കുമാറിനൊപ്പം CV അനുമോദ്, ന്യൂസ് 18. അനുമോദ് പങ്കുവയ്ക്കുന്നത് പോലെ അതേ തരത്തിലുള്ള പ്രതീക്ഷ തന്നെയാണ് BJP സംസ്ഥാന നേതൃത്വവും പങ്കുവയ്ക്കുന്നത്. ആത്മവിശ്വാസം നൽകുന്നതാണ് മോദിയുടെ റോഡ് ഷോ എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പ്രതികരിച്ചു. പൊതുസമൂഹമാണ് മോദിയെ പാലക്കാട് കാത്തുനിന്നത്. കേരളം ഒട്ടാകെ തന്നെ മോഡിയുടെ സന്ദർശനം ഗുണം ചെയ്യുമെന്നുമാണ് അദ്ദേഹത്തിന്റെ നിലപാട്. വലിയ ആത്മവിശ്വാസമാണ്. കാരണം പാർട്ടി പ്രവർത്തകർ മാത്രമല്ല, പൊതുസമൂഹമാകെ ഈ റാലിയിൽ അണിനിരന്നു, ഈ റോഡ് ഷോയിൽ അണിനിരന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. വലിയ ആവേശമാണ്. നരേന്ദ്രമോദി അദ്ദേഹത്തെ കാണാൻ ഒരു നോക്ക് കാണാൻ കാലത്ത് മുതൽ 8 മണിക്ക് മുതൽക്ക് തന്നെ കൊച്ചുകുട്ടികളും ആബാലവൃദ്ധം ജനങ്ങളോട് വന്നിരിക്കുകയാണ്. വലിയ മുന്നേറ്റമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത്. നരേന്ദ്രമോദിയെ കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ്. എന്തായാലും രമേശ് ചെന്നിത്തല അടക്കം BJPയുടെ ഈ അവകാശവാദത്തിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ഈ BJPയുടെ അവകാശവാദം ഈ തരത്തിൽ ഉണ്ടാകുമ്പോഴും പക്ഷേ ഇങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മോദിയുടെ സന്ദർശനങ്ങൾ ഒരു തരത്തിലും BJPക്ക് ഗുണം ചെയ്യില്ല. അത് BJPയുടെ വോട്ട് നഷ്ടപ്പെടുത്തുക മാത്രമേ ഉള്ളൂ എന്നതാണ് ഇക്കാര്യത്തിൽ കോൺഗ്രസ് എടുത്തിരിക്കുന്ന നിലപാട്. അതേസമയം ഈ മോദിയുടെ ഗ്യാരണ്ടിയെ മുൻനിർത്തിയാണ് BJP അവരുടെ രാഷ്ട്രീയ നീക്കം നടത്തുന്നത്. ഇതിന് മറുപടി നൽകിയാണ് കോൺഗ്രസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി ഗ്യാരണ്ടിക്ക് ബദലായി കോൺഗ്രസിന്റെ ന്യായ് ഗ്യാരണ്ടിയാണ് വരുന്നത്. 5 ഉറപ്പുകളാണ് കോൺഗ്രസ് പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വയ്ക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിൽ ചേർന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗത്തിൽ പ്രകടന പത്രികയ്ക്ക് അന്തിമ രൂപം നൽകാൻ ധാരണയായിട്ടുണ്ട്. മോദിയല്ല, കോൺഗ്രസ് ആണ് ആദ്യം ഗ്യാരണ്ടി നൽകിയതെന്നും കർണാടകയിൽ ആ ഗ്യാരണ്ടി നടപ്പിലാക്കിയിട്ടുണ്ടെന്നുമാണ് KC വേണുഗോപാൽ പറഞ്ഞത്. Actually, who started this guarantee basically? Only Congress party started the guarantee during the Karnataka election. That point of time, what was the reaction of Modi ji about the guarantee? Now he is coming behind us, but we are asking the guarantee which he has given to the country on 2014. 2 crore job for a year, not been fulfilled. 15 lakhs black money to the people of this country, not been fulfilled so far. MSP doubling, not been fulfilled so far. His guarantees all lies. Our guarantee we are telling about, you can verify the experience of Karnataka and Telangana. Whatever guarantee we are giving to the people, we are fulfilling it. This also, we are going to fulfill the guarantees. നിർണായക തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളാണ് കോൺഗ്രസ് ക്യാമ്പിലും നടക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിനായി കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗവും ഡൽഹിയിൽ തുടരുകയാണ് ചെയ്യുന്നത്. ഇതിനിടയിലാണ് പുതിയ ന്യായ് ഗ്യാരണ്ടി പുറത്തിറക്കിക്കൊണ്ടുള്ള കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കമെന്നതുമാണ് പ്രസക്തമാവുന്ന കാര്യം. MG മിഥുൻ നമുക്കൊപ്പം ചേരുന്നു. മിഥുൻ, നിർണായക നീക്കമാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. മോദിയുടെ ഗ്യാരണ്ടിക്ക് ബദലായി ന്യായ് ഗ്യാരണ്ടി കോൺഗ്രസും പുറത്തിറക്കുന്നുണ്ട്. തെലങ്കാനയും ഒപ്പം കർണാടകയും നൽകിയ ചില ഉറപ്പുകളാണ് അവർ ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് കോൺഗ്രസിന്റെ തന്ത്രം? ഒപ്പം ഈ സ്ഥാനാർത്ഥി നിർണയം അതൊക്കെ എപ്പോൾ പൂർത്തിയാകും? സജിത്ത്, ഇന്ന് ചേർന്ന CWC യോഗത്തിലാണ് മോദി ഗ്യാരണ്ടിക്ക് ബദലായി ന്യായ് ഗ്യാരണ്ടി മുന്നോട്ട് വെക്കാൻ കോൺഗ്രസ് നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്ത് ഇതിന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അതിന് ചുമതലപ്പെടുത്തുകയും യോഗം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനൊരു അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി അതിൽ നേരത്തെ തന്നെ നമുക്കറിയാം ഭാരത് ജോഡോ ന്യായ് യാത്രയിൽ ഈ പദ്ധതികളൊക്കെ തന്നെ രാഹുൽ ഗാന്ധി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. 5 മേഖലകളായി തിരിച്ചുകൊണ്ട് 5 വാഗ്ദാനങ്ങളാണ് പ്രധാനമായും കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. പ്രകടന പത്രികയിലൂടെ ഇത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കണമെന്നുള്ളൊരു നിർദ്ദേശവും മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്നത്തെ യോഗത്തിൽ പ്രവർത്തകർക്കായി നിർദ്ദേശം ഇതുമായി ബന്ധപ്പെട്ട് നൽകണമെന്ന് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ സ്ത്രീകൾക്കായി ന്യായ് പദ്ധതി നടപ്പിലാക്കുക, ഒപ്പം തന്നെ യുവാക്കൾക്ക് നീതി ഉറപ്പാക്കുക, കൂടാതെ തന്നെ യുവജനങ്ങൾക്ക് കൂടുതൽ പരിരക്ഷ നൽകുന്നതിന് വേണ്ടിയുള്ള പദ്ധതികൾ, കർഷകർക്ക് നീതി ഉറപ്പാക്കുക, അങ്ങനെ 5 പദ്ധതികളാണ് പ്രധാനമായും ഈ ഒരു പ്രകടന പത്രികയിൽ ഉൾപ്പെടുകയും ചെയ്ത് ഇതിന്റെ അന്തിമ രൂപം നൽകുന്നതിന് വേണ്ടി ഇന്ന് ഏകദേശം ധാരണയായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ അവർ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം, അതായത് മോദി ഗ്യാരണ്ടി എന്ന് പറയുന്നത് ആ ഗ്യാരണ്ടി നേരത്തെ മുന്നോട്ട് വെച്ചത് കോൺഗ്രസ് ആണ്. അത് തെലങ്കാനയിലും ഒപ്പം തന്നെ കർണാടകയിലും ഇത് നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കർണാടകയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നു രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ചുള്ള ഗ്യാരണ്ടി മുന്നോട്ട് വെക്കുന്നത്. ന്യായ് ഗ്യാരണ്ടി എന്ന കാര്യം മുന്നോട്ട് വെക്കുകയും അത് കർണാടകയിൽ നടപ്പിലാക്കുകയും ചെയ്തു. തെലങ്കാനയിലെ ആ വാഗ്ദാനങ്ങളൊക്കെ നടപ്പിലാക്കി വരുന്നത് നമ്മൾ സമീപകാലത്ത് കാണുകയും ചെയ്തിട്ടുള്ളതാണ്. അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ 2004 ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള മുദ്രാവാക്യമായിരുന്നു അന്ന്
BJP മുന്നോട്ട് വെച്ച മുദ്രാവാക്യം അത് വലിയ രീതിയിൽ തിരിച്ചടിയാവുകയും ഒപ്പം തന്നെ കോൺഗ്രസിന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി അന്ന് അധികാരത്തിൽ വരാൻ സാധിക്കുകയും ചെയ്ത ഒരു പശ്ചാത്തലമുണ്ട്. 2024 വരുമ്പോൾ മോദി ഗ്യാരണ്ടിക്ക് ബദലായി നായ് ഗ്യാരണ്ടി മുന്നോട്ട് വെച്ചുകൊണ്ട് അതിന് കനത്ത തിരിച്ചടി നൽകാമെന്നുള്ളൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് CWC എത്തിയിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അത് എത്രത്തോളം യാഥാർത്ഥ്യമാകുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും എല്ലാ തലത്തിലും എല്ലാ സംസ്ഥാനങ്ങളിലെയും താഴെത്തട്ടിൽ നിന്നുള്ള സംഘടനാ പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം എന്തായാലും നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള നിർദ്ദേശവും ഈ യോഗം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായി ഈ പ്രകടന പത്രികയിലെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി പ്രവർത്തകർക്ക് നിർദ്ദേശം കൃത്യമായി നൽകണം, നേതാക്കൾ അതിനുവേണ്ടി മുന്നിട്ടിറങ്ങണമെന്നുള്ള ഒരു ആവശ്യവും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഉയരുകയും ചെയ്തു. അതേസമയം സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്പസമയത്തിന് മുമ്പ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം നടത്തിയപ്പോൾ ഇന്ന് തന്നെ ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്ന് നാളെയും ആയിട്ടാണ് ഈ ഒരു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. ഇപ്പോഴും ആ യോഗം തുടരുകയും ചെയ്യുകയാണ്. രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ ഏതെങ്കിലും മണ്ഡലത്തിൽ, അതായത് അമേഠിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇന്ന് തീരുമാനമെടുക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ മറ്റു മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ, അതിൽ പ്രധാനമായും അവർ എടുത്തു പറയുന്ന കാര്യം രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ടും ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കളെ മത്സരരംഗത്തിറക്കാൻ കോൺഗ്രസ് ആലോചിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അവർ കൂടി കളത്തിലിറങ്ങുമ്പോൾ, അതായത് മോദി സർക്കാരിനെ അവരെ പുറത്താക്കുന്നതിന് വേണ്ടിയുള്ള അതിനിർണായകമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ അതിൽ ശക്തരായിട്ടുള്ള കോൺഗ്രസ് നേതാക്കൾ തന്നെ മത്സരരംഗത്ത് ഇറങ്ങണം. അതുകൊണ്ട് തന്നെയാണ് മുൻ മുഖ്യമന്ത്രിയുടെ ആയിട്ടുള്ള അശോക് ഗെഹ്ലോട്ടിനെയും ഒപ്പം തന്നെ സച്ചിൻ പൈലറ്റിനെ അടക്കം രാജസ്ഥാനിൽ മത്സരിപ്പിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകുന്നത്. അത്തരത്തിൽ മറ്റ് സംസ്ഥാനങ്ങളിലും ഇതേ തരത്തിൽ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ ഇറക്കിക്കൊണ്ട് മത്സരരംഗത്തേക്ക് രംഗത്തിറക്കാനുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഈ യോഗത്തിൽ നടക്കുന്നത്. യെസ്, അതാണ് സാഹചര്യം. എന്തായാലും BJPയുടെ ഗ്യാരണ്ടിയാണോ കോൺഗ്രസിന്റെ ഗ്യാരണ്ടിയാണോ ജനം വിശ്വസിക്കുക? കാത്തിരുന്ന് നമുക്ക് കാണേണ്ടി വരും. ഒപ്പം കേരളത്തിന് പുറമെ മറ്റേതെങ്കിലും സീറ്റുകളിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും ഇന്ന് രാത്രിയോടെ കൂടി തന്നെ വ്യക്തത ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാജ്യം തെരഞ്ഞെടുപ്പിലേക്കാണ്, വലിയ പ്രചരണങ്ങളാണ് നടക്കുന്നത്. CPM BJP ബന്ധത്തിന് ഇടനില നിൽക്കുന്നത് EP ജയരാജനാണെന്നാണ് KPCC അധ്യക്ഷൻ K സുധാകരന്റെ ആരോപണം. രാജീവ് ചന്ദ്രശേഖറുമായി EP-യുടെ കച്ചവട ബന്ധം പരസ്യമായ കാര്യമാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ഇടനില നിൽക്കുന്നതും EP ആണെന്നും അല്ലെങ്കിൽ പിണറായി നേരത്തെ തന്നെ ജയിലിൽ പോകേണ്ടി വന്നേനെയെന്നും സുധാകരൻ പറഞ്ഞു. അതിവിടെ വളരെ സുവ്യക്തമല്ലേ? അദ്ദേഹത്തിന്റെ ബിസിനസിന്റെ അകത്ത് രാജീവ് ചന്ദ്രശേഖർ വന്ന് കയറി അദ്ദേഹം ബിസിനസ് ചെയ്യല്ലേ? ആർക്കതിൽ സംശയം? എല്ലാവരും അറിഞ്ഞതല്ലേ അത്. അതിന് വളരെ സീക്രസി ഒന്നും ഇല്ലല്ലോ. ഇറ്റ് ഈസ് പബ്ലിക് ന്യൂസ്. സ്വാഭാവികമായിട്ടും ഒരു ബന്ധം ഉണ്ടാവില്ലേ? ബന്ധമില്ലാതെ ഒരാൾ ഒരു കച്ചവടക്കാരനായാൽ തന്നെ ബന്ധം വന്നില്ലേ? അത് രാഷ്ട്രീയത്തിലേക്ക് വ്യാപിക്കില്ലേ? അതിനെന്താ സംശയം? ജയരാജന് ഇതിന്റെ അകത്ത് നല്ല റോളുണ്ട്. CPM-നെ BJP-യുമായി അടുപ്പിക്കുന്ന കാര്യത്തിൽ നല്ല ബന്ധം, നല്ല സ്വാധീനം ജയരാജനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എഫക്ട് ചെയ്യാൻ കേരളത്തിൽ നടക്കില്ല ഒന്നും. കേരളത്തിലെ ജനങ്ങൾക്ക് അതൊക്കെ നന്നായി അറിയാം. കൂട്ടുകച്ചവടത്തെ കുറിച്ചൊക്കെ നന്നായി അറിയുന്നവരാണ് കേരളത്തിലെ ജനങ്ങൾ. ഇവിടെ ഇപ്പം ജയരാജൻ എന്ത് കളിച്ചാലും ജയരാജൻ ഉണ്ടാക്കാൻ സാധിക്കുന്ന രാഷ്ട്രീയ നേട്ടം വളരെ പരിമിതമാണ് എന്നതൊരു യാഥാർത്ഥ്യമാണ്. BJP-യും CPM-ഉം തമ്മിൽ കേരളത്തിൽ ഒത്തുകളിയുണ്ട് എന്ന ആരോപണം തെരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് വീണ്ടും ശക്തമായി ഉന്നയിക്കുന്നു എന്നതാണ് K സുധാകരന്റെ ഈ ആരോപണങ്ങളുടെ പശ്ചാത്തലം. സമാനമായ ആരോപണം തന്നെയാണ് മുൻ KPCC പ്രസിഡന്റ് കൂടിയായ രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുന്നത്. EP-യുടെ BJP സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന പ്രസ്താവനയിൽ മുഖ്യമന്ത്രിയോ പാർട്ടി സെക്രട്ടറി എന്തുകൊണ്ട് മറുപടി പറയുന്നില്ല എന്നതാണ് രമേശ് ചെന്നിത്തല ചോദിക്കുന്നത്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ കേസുകൾ അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾ മടിക്കുകയാണ്. മുഖ്യമന്ത്രി പ്രസംഗിക്കുമ്പോൾ മോദിയെന്നോ അമിത്ഷാ എന്നോ പറയുന്നില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. മോദി കേരളത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ കണ്ടതാണ്. BJP-യുടെയും CPM-ന്റെയും ഇടയിലുള്ള പാലമാണ് EP ജയരാജനെന്നും ചെന്നിത്തല ആരോപിക്കുന്നു. എനിക്ക് മുഖ്യമന്ത്രിയോട് ചോദിക്കാനുള്ളത് അങ്ങയുടെ നിലപാട് എന്താണ് ഈ കാര്യത്തിൽ? ഈ 4 സ്ഥാനാർത്ഥികളും മികച്ചതാണ് എന്ന ജയരാജന്റെ വാക്കുകളോട് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറുണ്ടോ? പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ മറുപടി പറയുമോ? EP ജയരാജനും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ബന്ധം എന്താണ്? മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും പേരിലുള്ള കേസുകൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കാൻ മടി കാണിക്കുന്നു.
മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള അന്തർധാരയാണ്. CPM-ഉം BJP-യും തമ്മിലുള്ള അന്തർധാരയാണ്. ഇപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി എല്ലായിടത്തും പോയി പ്രസംഗിക്കുന്നുണ്ടല്ലോ. എവിടെയെങ്കിലും മോഡി എന്നൊരു പേര് പറയുന്നുണ്ടോ? അമിത്ഷാ എന്നൊരു പേര് പറയുന്നുണ്ടോ? മോഡി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയ മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ എല്ലാവരും കണ്ടതാണ്. ഇവർ തമ്മിലുള്ള അന്തർധാര വളരെ വലുതാണ്. അതിന്റെ പാലമാണ് CPM-ഉം BJP-യും തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തിന്റെ പാലമാണ് EP ജയരാജൻ. EP ജയരാജൻ എന്ന LDF കൺവീനർ CPM-ഉം BJP-യും തമ്മിലുള്ള പാലമായി പ്രവർത്തിക്കുന്നു. അതിൽ നിന്നാണ് ഇത്തരം വാക്കുകളൊക്കെ പുറത്തു വരുന്നത്. ഈ ആരോപണത്തിന് CPM-ന്റെ മറുപടി ഇങ്ങനെയാണ്: BJP-യെയും സംഘപരിവാർ ശക്തികളെയും പരാജയപ്പെടുത്തുകയാണ് ഈ തെരഞ്ഞെടുപ്പിലെ തങ്ങളുടെ മുഖ്യ ലക്ഷ്യമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. ഫാസിസ്റ്റ് ശ്രമങ്ങൾ പ്രതിരോധിക്കാൻ ഇന്ത്യ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കേണ്ട സാഹചര്യമാണ്. ഹിന്ദുത്വ അജണ്ടകൾ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കേന്ദ്ര സർക്കാർ കുത്തിവെച്ചുകൊണ്ടിരിക്കുകയാണെന്നും MV ഗോവിന്ദൻ പറയുന്നു. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉന്നം BJP-യെയും സംഘപരിവാർ വിഭാഗങ്ങളെയും പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. അത് ഉറപ്പാക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇന്ത്യയിലുടനീളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി, ഇടതുപക്ഷ പാർട്ടികൾ, ഇടതുപക്ഷ ജനാധിപത്യ ശക്തികളെല്ലാം ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശ്രമം വിജയിച്ചില്ല എങ്കിൽ ഇന്ത്യ ഗുരുതരമായ പ്രത്യാഘാതത്തിലേക്കാണ് നീങ്ങുക. പരിമിതമായ ജനാധിപത്യ സംവിധാനങ്ങളാണ് ഇന്ത്യയിൽ ഇപ്പോഴുള്ളതെങ്കിലും അതുൾപ്പെടെയുള്ള എല്ലാം അവസാനിപ്പിച്ച് ഒരു ഫാസിസ്റ്റ് ഇന്ത്യയാക്കി രാജ്യത്തെ മാറ്റുന്നതിനു വേണ്ടി നടത്തുന്ന ഹിന്ദുത്വ അജണ്ട പ്രാവർത്തികമാക്കാനുള്ള ശ്രമം, അതിനെ പ്രതിരോധിക്കാൻ ഇന്ത്യ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങളും ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോകേണ്ടുന്ന സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJP-യുടെ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് വിവിധങ്ങളായ കഴിവഴികളിലൂടെ ഹിന്ദുത്വ ഫാസിസത്തിലേക്ക് രാജ്യത്തെ നയിക്കാനുള്ള ബോധപൂർവമായ അജണ്ടയും നിലപാടുകളും സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോവുകയാണ്. അതാണ് CPM നൽകുന്ന മറുപടി ഈ വിവാദത്തിന്. നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്തെ മറ്റൊരു വിവാദ വിഷയത്തിലേക്ക് പോവുകയാണ്. പത്തനംതിട്ടയിലേക്ക് നമ്മൾ പോകുമ്പോൾ പത്തനംതിട്ടയിൽ UDF നേതാക്കൾക്കിടയിൽ പടലപ്പിണക്കം അതിശക്തമാവുകയാണ്, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ. തെരഞ്ഞെടുപ്പ് കാലത്ത് UDF-ന് തലവേദനയാവുന്നത് ഈ നേതാക്കളുടെ തർക്കം തന്നെയാണ്. സീനിയർ നേതാവ് K. ശിവദാസൻ നായർ ആന്റോ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ നിന്നും വിട്ടുനിൽക്കുകയാണ്. A ഗ്രൂപ്പിനോട് അവഗണനയുണ്ട് എന്നത് ആരോപിച്ചുകൊണ്ടാണ് ശിവദാസൻ നായർ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാത്തത്. ശശിനാരായണൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശശിനാരായണൻ, വളരെ പ്രധാനപ്പെട്ട ഒരു വിവാദ വിഷയമായി ഇത് മാറുകയാണ്. പത്തനംതിട്ടയിൽ UDF നിലവിൽ തന്നെ പല പ്രതിസന്ധികളും നേരിടുന്നു എന്ന സംഘടനാപരമായ സാഹചര്യം അവിടെയുണ്ട്. അതിന് പുറമെയാണ് ഇപ്പോൾ ശിവദാസൻ നായർ കൂടി കൺവെൻഷനിൽ നിന്ന് വിട്ടു നിന്നാൽ അത് തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലേ? സഹിത്തെ അത്ര തന്നെ വേണം നമുക്ക് ഇത് പരിഗണിക്കാം. കാരണം ജില്ലയിലെ മുതിർന്ന നേതാവാണ് അഡ്വക്കേറ്റ് K. ശിവദാസ് നായർ. A ഗ്രൂപ്പിന്റെ ശക്തനായ നേതാവ് കൂടിയാണ്. MLA, അതുപോലെ തന്നെ പത്തനംതിട്ടയുടെ മുൻ DCC പ്രസിഡന്റ് എന്നീ നിലയിലൊക്കെ പ്രവർത്തിച്ചുള്ള വ്യക്തിയാണ്. അദ്ദേഹം നിർദ്ദേശിച്ച ആളുകൾ കഴിഞ്ഞ KSUവിന്റെ കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് നിർദ്ദേശിച്ച പല അംഗങ്ങളെയും ഉൾപ്പെടുത്താതിരുന്നതൊക്കെ വലിയൊരു അതൃപ്തി ശിവദാസ് നായർക്കുണ്ടായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് ആന്റോ ആന്റണിയുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ശേഷമുള്ള പരിപാടികളിലൊക്കെ ശിവദാസ് നായർ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതൊക്കെ അദ്ദേഹത്തിന് ഈ കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹം നിർദ്ദേശിച്ച A ഗ്രൂപ്പിന്റെ പേരുകൾ നിർദ്ദേശിച്ച പല ആളുകളെയും ഇത് ഉൾപ്പെടുത്താതിരുന്നതൊക്കെ അദ്ദേഹത്തിന് ഒരു അതൃപ്തി ഉണ്ടായിട്ടുണ്ട്. അതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് കൺവെൻഷനിൽ നിന്നൊക്കെ അദ്ദേഹം മാറി നിൽക്കാനുള്ള സാഹചര്യമുണ്ട്. KPCC ജനറൽ സെക്രട്ടറി, DCC അധ്യക്ഷൻ, MLA നിലയിലൊക്കെ ഉൾപ്പെട്ട ശിവദാസ് നായരെ രാഷ്ട്രീയകാര്യ സമിതിയിൽ പരിഗണിക്കാതിരുന്നതും അദ്ദേഹത്തിന് അതൃപ്തിയുണ്ട്.
KSUവിന്റെ പത്തനംതിട്ട ജില്ലാ പുനഃസംഘടനയിലും 75-അംഗ ജില്ലാ കമ്മിറ്റിയിലും ശിവദാസൻ നായർ നിർദ്ദേശിച്ച ഒരാളെ മാത്രമാണ് പരിഗണിച്ചത്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ സീനിയർ നേതാവ് നിലയ്ക്ക് അദ്ദേഹം നിർദ്ദേശിച്ച പല കാര്യങ്ങളും പരിഗണിക്കാതിരിക്കുന്ന ഒരു അതൃപ്തിയായിട്ടുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ കാലം മുതൽ തന്നെ ഇപ്പം ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള സമയം മുതൽ തന്നെ കൺവെൻഷനിലൊക്കെ അദ്ദേഹം ഈ പൂർണ്ണമായും വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് വലിയ ഒരു കോൺഗ്രസിനിടയിൽ തന്നെ വലിയൊരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്തായാലും ശിവദാസ് നായരെ അനുനയിപ്പിക്കുന്ന ശ്രമം ഇപ്പോൾ നേതൃത്വം. ശശിനാരായണൻ, ഒരു കാര്യം, ഈ ബാബു ജോർജിനെ പോലെയുള്ള മുൻ DCC പ്രസിഡന്റുമാർ പോലും വിട്ട് CPM-നൊപ്പം ചേർന്ന രാഷ്ട്രീയ സാഹചര്യം, സംഘടനാ പ്രതിസന്ധി അവിടെ കോൺഗ്രസിനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് സംഘടനയിലെ അതൃപ്തികൾ ഇങ്ങനെ പരസ്യമാക്കപ്പെടുമ്പോൾ ശിവദാസൻ നായർക്ക് മറ്റെന്തെങ്കിലും രാഷ്ട്രീയ നീക്കം ഇതിന് പിന്നിലുണ്ടോ? അങ്ങനെ സൂചനകൾ വല്ലതും ലഭ്യമാവുന്നുണ്ടോ? ജില്ലയിലെ ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് ഒരു സ്വാധീനമുള്ള ഒരു ജില്ല തന്നെയാണ് പത്തനംതിട്ട. പക്ഷെ സ്വാഭാവികമായും ഇപ്പോൾ നിലവിലത്തെ കോൺഗ്രസിന്റെ ആളുകൾ, അതായത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെല്ലാം ഇപ്പൊ ബാബു ജോർജ് അടക്കമുള്ള ആളുകൾ പലപ്പോഴും ഇത്തരത്തിലുള്ള ചില പടലപ്പിണക്കളുടെ ഭാഗമായി പാർട്ടി വിട്ടുപോകുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇപ്പോൾ A ഗ്രൂപ്പിലെ ഒരു സജീവ നേതാവാണ് അഡ്വക്കേറ്റ് K ശിവദാസൻ നായർ. അദ്ദേഹം MLA ആയിരുന്നു, DCC പ്രസിഡന്റ് ആയിരുന്നു. ഒപ്പം പാർട്ടിയുടെ ജില്ലയിലെ മുതിർന്ന നേതാവാണ്. അദ്ദേഹം നിർദ്ദേശിച്ച KSUവിന്റെ തെരഞ്ഞെടുപ്പായാലും കോൺഗ്രസിന്റെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം നിർദ്ദേശിച്ച പല കാര്യങ്ങളും ഈ വളരെ സംസ്ഥാന നേതൃത്വം വളരെ അതൃപ്തി, ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കാതിരുന്നത് വലിയൊരു അതൃപ്തി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ആന്റോണിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പല പരിപാടികളും പൂർണ്ണമായി അദ്ദേഹം വിട്ടുനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ അതൃപ്തി ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് അനുനയിപ്പിക്കാനുള്ള ശ്രമം ഇപ്പോൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അനുനയിപ്പിക്കുന്ന ശ്രമമാണ് ഇപ്പോൾ തുടരുന്നത്. അതാണ് പത്തനംതിട്ടയിലെ രാഷ്ട്രീയ സാഹചര്യം. UDF-ലെ അതൃപ്തി, കോൺഗ്രസിലെ ഭിന്നത, ശിവദാസൻ നായരെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെ അവിടെ തുടരുകയാണ്. പത്തനംതിട്ടയിൽ നിന്നും നമ്മൾ കോട്ടയത്തേക്ക് പോകുമ്പോൾ അവിടെയും വില്ലനായത് ഒരു തെരഞ്ഞെടുപ്പ് കൺവെൻഷനാണ്. LDF-നൊപ്പം വേദി പങ്കിട്ട യൂണിയൻ പ്രസിഡന്റിനെതിരെ നടപടിയെടുക്കുകയാണ് NSS. തോമസ് ചാഴികാടനൊപ്പം ഇടതുമുന്നണിയുടെ കൺവെൻഷൻ വേദി പങ്കിട്ട NSS താലൂക്ക് യൂണിയൻ പ്രസിഡന്റിനെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കോട്ടയം മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായരെ പദവിയിൽ നിന്നും പുറത്താക്കുകയാണ് ചെയ്തത്. കഴിഞ്ഞ ദിവസം പാലായിൽ നടന്ന LDF മണ്ഡലം കൺവെൻഷനിൽ ഇയാൾ പങ്കെടുത്തു. NSS മീനച്ചിൽ താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് CP ചന്ദ്രൻ നായർക്കെതിരെയാണ് NSSന്റെ നടപടി വന്നിരിക്കുന്നത്. ഈ പാലായിൽ തോമസ് ചാഴിക്കാടന്റെ ഓഫീസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ CP ചന്ദ്രൻ നായർ പങ്കെടുത്തിരുന്നു. ഇത് G സുകുമാരൻ നായർ ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്ന് അച്ചടക്ക നടപടി എടുത്തു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതായത് ഈ കമ്മിറ്റിയെ, താലൂക്ക് യൂണിയനെ പൂർണ്ണമായും പിരിച്ചുവിടുകയും അത് പിന്നീട് ഒരു താൽക്കാലിക കമ്മിറ്റി ഭരണ സംവിധാനം രൂപീകരിക്കാനും NSS ജനറൽ സെക്രട്ടറി തയ്യാറായി എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും വൈസ് പ്രസിഡന്റിന് താൽക്കാലിക ചുമതല നൽകിക്കൊണ്ടുള്ളൊരു നീക്കത്തിനാണ് NSS നീക്കം നടത്തിയിരിക്കുന്നത്. ഈ CP ചന്ദ്രൻ നായർ വ്യക്തമാക്കുന്നത് തനിക്കെതിരെ തന്നെ ഫോണിൽ വിളിച്ച് ഇത്തരം കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അതിനുശേഷമാണ് ഈ നടപടിയിലേക്ക്, കാര്യങ്ങളിലേക്ക് പോയത്. അതേസമയം താൻ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവകാശവാദം ഉള്ളത്. എന്തായാലും കഴിഞ്ഞ ഏതാണ്ട് 2010 വരെ ഒരു 28 വർഷക്കാലം പാലാ നഗരസഭാ കൗൺസിലർ കൂടിയായിരുന്നു CP ചന്ദ്രൻ നായർ. പ്രത്യേകിച്ച് CPI-യുമായി ചേർന്ന് നിന്നുകൊണ്ട് CPI-യുടെ സ്വതന്ത്രൻ എന്ന നിലയിലാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും വിജയിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ തനിക്ക് രാഷ്ട്രീയമൊന്നുമില്ല എന്നാണ് ചന്ദ്രൻ നായർ പറയുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായും സഹകരിക്കാറുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ ഈ ചന്ദ്രൻ നായർ അവിടെ NSSന്റെ പിന്തുണയുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഈ പരിപാടികളിൽ പങ്കെടുക്കുന്നതെന്നാണ് NSSന് ലഭിച്ചിരിക്കുന്ന വിവരം. അതുകൊണ്ടാണ് ഇങ്ങനൊരു അച്ചടക്ക നടപടിയിലേക്ക് പോയത് എന്നാണ് G സുകുമാരൻ നായരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ഫലത്തിലൊരു ഇടത് ക്യാമ്പിനെതിരെ ഫലത്തിലൊരു നടപടിയായി ഇത് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വ്യാഖ്യാനം വരുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഔദ്യോഗികമായൊരു പ്രതികരണത്തിന് NSS നേതൃത്വം തയ്യാറായിട്ടില്ല. അതാണ് NSSന്റെ നടപടി. നമ്മൾ വീണ്ടും തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക് വരുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് വിഴിഞ്ഞം തുറമുഖമാണ്. വിഴിഞ്ഞത്തിന്റെ അവകാശവാദവുമായി വിവിധ രാഷ്ട്രീയ നേതൃത്വങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. വീണ്ടും വിഴിഞ്ഞം തെരഞ്ഞെടുപ്പിൽ ചർച്ചയാവുന്നു എന്നതാണ് സാഹചര്യം. വിഴിഞ്ഞം പദ്ധതിയെ ചൊല്ലിയുള്ള അവകാശവാദങ്ങളാണ് തെരഞ്ഞെടുപ്പ് രംഗത്ത് നിറയുന്നത്. തിരുവനന്തപുരം
NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ ഇക്കാര്യത്തിൽ മറുപടി നൽകിയാണ് ശശി തരൂർ. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി നിർണായകമായ ഇടപെടലുകൾ താൻ നടത്തിയിട്ടുണ്ട് എന്നതാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. അദാനിയുമായി തുറമുഖ കാര്യം വിമാനത്തിലിരുന്നാണ് താൻ സംസാരിച്ചത്. 438 കോടി രൂപയുടെ നഷ്ടപരിഹാര പാക്കേജ് അനുവദിച്ചത് ഉമ്മൻചാണ്ടി സർക്കാരാണെന്നും ശശി തരൂർ പറയുന്നു. കഴിഞ്ഞ ദിവസം വിഴിഞ്ഞത്തിന്റെ പേരിൽ ശശി തരൂർ നടത്തുന്ന അവകാശവാദങ്ങൾ തള്ളി രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തിയിരുന്നു. അതിനാണ് അദ്ദേഹത്തിന്റെ മറുപടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി 438 കോടിയുടെ ഒരു പാക്കേജിനെ ഒരു കോമ്പൻസേഷൻ പാക്കേജായിട്ട് അനുവദിച്ചു. പക്ഷെ ആ വർഷം തന്നെ നമ്മൾ ഇലക്ഷൻ തോറ്റ ശേഷം പുതിയ സർക്കാർ പഴയ സർക്കാരിന്റെ വാക്ക് പാലിച്ചില്ല. ഇവിടെയാണ് കുഴപ്പം ആരംഭിക്കുന്നത്. നമ്മുടെ മത്സ്യത്തൊഴിലാളികളുടെ ബുദ്ധിമുട്ടുകളെ മനസ്സിലാക്കാനും അവർക്ക് സഹായം കൊടുക്കാനും ആരുമില്ലാത്ത കാര്യം വലിയ ദുഃഖകാര്യമാണ്. അതുകൊണ്ടല്ലേ അവർ അവസാനത്തെ സമരം നടത്തിയത്. ഇതെല്ലാം ഞാൻ പറയുന്നത് നിങ്ങളുടെ തപ്പുകോട്ട് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, പറയുന്നത് മറ്റേവരുടെ പ്രചരണം കേൾക്കുമ്പോൾ ഇവിടെ 15 വർഷം ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാണ് ചിലർ പറഞ്ഞ് നടക്കുന്നത്. അതാണെങ്കിൽ എൻ്റെ 68 പേജിൻ്റെ പുരോഗതിയുടെ റിപ്പോർട്ട് വായിച്ചു നോക്കട്ടെ. അവർക്ക് ഇതും പല കാര്യങ്ങളും ഇപ്പം ഞാൻ പറയാത്തതും വായിക്കാൻ സാധിക്കും. പക്ഷെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവണമല്ലോ. വിഴിഞ്ഞം തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രധാനപ്പെട്ട ചർച്ചയാണ്, പ്രത്യേകിച്ച് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ. UDF ഇക്കാര്യത്തിൽ കൃത്യമായ ചില അവകാശവാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പദ്ധതിക്ക് പിന്നിൽ തങ്ങളാണ്, അതിന്റെ മാതൃത്വം തങ്ങൾക്കാണ് എന്നതാണ് കോൺഗ്രസിന്റെ വാദം. ഇതിനിടയിൽ വിവാദമാവുന്നത് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടന്ന സമരങ്ങൾ, ആ സമരങ്ങളിലെടുത്ത കേസുകൾ സർക്കാർ ഇപ്പോഴും പിൻവലിക്കുന്നില്ല എന്നതാണ്. പ്രത്യേകിച്ച് ലത്തീൻ അതിരൂപത ബിഷപ്പിനെതിരെ എടുത്ത കേസ് ഇതുവരെയും സർക്കാർ പിൻവലിച്ചിട്ടില്ല. സർക്കാരിന് ഇക്കാര്യത്തിൽ ആത്മാർത്ഥതയില്ല എന്ന വിമർശനം ഉന്നയിച്ചത് രമേശ് ചെന്നിത്തലയാണ്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഈ തീരദേശ മേഖല നിർണായകമാണ്. അതുകൊണ്ട് തീരദേശ വോട്ടുകൾ ഉറപ്പിക്കുന്നതിൽ ഈ വിഷയം പരമാവധി ഉന്നയിക്കാനാണ് രാഷ്ട്രീയ നേതൃത്വങ്ങൾ മത്സരിക്കുന്നത് എന്നതാണ് തിരുവനന്തപുരത്തെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യം എന്നതാണ് അവിടെ നിന്നും വരുന്നത്. തെരഞ്ഞെടുപ്പ് വേദികളിലൊക്കെ ഈ വിഷയം ചർച്ചയാവുകയാണ്. നമ്മളിനി ഒരു ദേശീയ തലത്തിലേക്ക് പോകുമ്പോൾ ദേശീയ തലത്തിൽ ബീഹാറിൽ NDA സഖ്യത്തിന് തിരിച്ചടി ഉണ്ടാവുന്നു. കേന്ദ്രമന്ത്രി പശുപതി പരസ് രാജിവെച്ചു. അദ്ദേഹം ഉടൻ തന്നെ മുന്നണി വിട്ടേക്കുമെന്നാണ് സൂചന. സീറ്റ് വിഭജനത്തിലെ അതൃപ്തിയാണ് നീക്കത്തിന് കാരണമായിരിക്കുന്നത്. ബീഹാറിൽ ഇത്തവണ പശുപതി പരസിന്റെ പാർട്ടിയായ രാഷ്ട്രീയ ലോക് ജനശക്തി പാർട്ടിക്ക് സീറ്റ് നൽകിയില്ല. പകരം ചിരാഗ് പാസ്വാന്റെ ലോക് ജനശക്തി രാംവിലാസ് പാർട്ടിക്ക് 5 സീറ്റ് നൽകുകയും ചെയ്തു. NDA വിടാനൊരുങ്ങുന്ന പരസ് RJDയുമായി സമ്പർക്കമുണ്ടാക്കുന്നു എന്നതാണ് ലഭ്യമാകുന്ന സൂചന. ബീഹാറിൽ നിന്നും കർണാടകയിലേക്ക് പോകുമ്പോൾ കർണാടകയിൽ മുതിർന്ന BJP നേതാവും കർണാടക മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന DV സദാനന്ദ ഗൌഡ പാർട്ടി വിടാനാണ് സാധ്യത. കോൺഗ്രസ് വാഗ്ദാനം ചെയ്ത മൈസൂരു സീറ്റിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചേക്കും. കഴിഞ്ഞ ദിവസം കർണാടക ഉപമുഖ്യമന്ത്രിയും PCC അധ്യക്ഷനുമായ DK ശിവകുമാറുമായി ഗൌഡ ചർച്ച നടത്തിയിരുന്നു. മൈസൂരിൽ ഒരു വക്കലിംഗ മുഖത്തെ തേടുന്ന കോൺഗ്രസിന് ഗൌഡയുടെ കടന്നുവരവ് കൂടുതൽ കരുത്താകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ബംഗളൂരു നോർത്ത് സീറ്റ് നിഷേധിച്ചതിന് പിന്നാലെയാണ് ഗൌഡ BJPയിൽ നിന്നും വിടാനൊരുങ്ങുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ JMM നേതാവും MLAയുമായ സീതാ മുർമു സോറൻ പാർട്ടി വിട്ടു. എക്സിലൂടെയാണ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം രാജിവെക്കുന്ന കാര്യം സീതാ മുർമു അറിയിച്ചത്. പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി കൂടിയായ സീത ഭർത്തൃപിതാവും JMM ദേശീയ അധ്യക്ഷനുമായ ഷിബു സോറന് രാജിക്കത്ത് നൽകി. ഇവർ BJPയിൽ ചേരുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ്. ഭർത്താവ് ദുർഗാ സോറന്റെ മരണശേഷം താനും കുടുംബവും പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു. ഇതാണ് പാർട്ടി വിടാൻ കാരണമെന്ന് രാജിക്കത്തിൽ പറയുന്നുണ്ട്. ഒരിടവേളയിലാണ്, മടങ്ങിവരാം. मोबाइल में तो कह लो ना
അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നരേന്ദ്രമോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. നേരത്തെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച ശേഷം പത്തനംതിട്ടയിലുള്ള പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം മോദി വീണ്ടും കേരളത്തിലേക്ക് എത്തുന്നു. ഇതാ വളരെ പ്രധാനപ്പെട്ട ഒരു റോഡ് ഷോയിൽ പങ്കെടുത്തുകൊണ്ട് ഈ പാലക്കാട്ടെ വോട്ടർമാർക്ക് ആവേശകരമായ ചില കാഴ്ചകൾ സമ്മാനിക്കുകയും ചെയ്യുന്നു. അനവധി ആളുകൾ രണ്ടു വശത്തും കാത്തു നിൽക്കുന്നു നരേന്ദ്രമോദിക്ക് അഭിവാദ്യമർപ്പിക്കാൻ. ഹെഡ് പോസ്റ്റ് ഓഫീസ് റോഡ് വരെയാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ഉള്ളത്. വർദ്ധിച്ച ഊർജത്തോടുകൂടി പാലക്കാട്ടെ BJP പ്രവർത്തകർ, അനുഭാവികൾ ഈ റോഡ് ഷോയോട് പ്രതികരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ BJPക്ക് ഏറെ വളക്കൂറുള്ള ഒരു മണ്ണ്. ക്രമാനുഗതമായ വളർച്ച പാലക്കാട് BJPക്ക് സംഭവിക്കുന്നുണ്ട്. 3 മണ്ഡലങ്ങളിൽ, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ BJP 2ാം സ്ഥാനത്തേക്ക് എത്തിയ സാഹചര്യമുണ്ട്. വലിയ പോരാട്ടങ്ങൾ നടക്കുന്ന BJP. മടങ്ങി വരുമ്പോൾ ഇടുക്കിയിലെ ചില തെരഞ്ഞെടുപ്പ് വിവാദങ്ങളിലേക്ക് പോവാൻ. ഡീൻ കുര്യാക്കോസ് എംപിക്കെതിരെ വ്യക്തി അധിക്ഷേപവുമായി MM മണി. ഇടുക്കി MP ഷണ്ടനാണെന്നാണ് മണിയുടെ പരാമർശം. ഡീനിന്റെ മുൻഗാമിയായ PJ കുര്യൻ പെണ്ണുപിടിയനാണെന്നും MM മണി ആരോപണം ഉന്നയിക്കുന്നു. ഇപ്പൊ ഇത് പൗഡറൊക്കെ പൂശി ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. ഇപ്പൊ ശബ്ദിച്ചോ? ചട്ടങ്ങൾക്ക് ജീവിച്ചിരിക്കലും അതല്ലേ? ശബ്ദിച്ചിട്ടുണ്ടോ ഈ കേരളത്തിൽ വേണ്ടി? പാർലമെന്റ് ശബ്ദിച്ചോ? പ്രസംഗിച്ചോ? എന്ത് ചെയ്തു? ചുമ്മാതെ വന്നിരിക്കുക പൗഡർ പൂജി, പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി വെള്ളം പൂജിയിട്ട് പടം കൊടുത്ത് ജനങ്ങളോടൊപ്പം നിൽക്കാതെ, ജനങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതെ, വർത്താനം പറയാതെ സംഘൻ ഇല്ലേ? സംഘന്മാരുടെ ഏൽപ്പിച്ചോ? കഴിഞ്ഞ വോട്ട് ചെയ്തവർക്ക് അനുഭവിച്ചു. ഇനിയും വന്നിരിക്കുക. ഞാൻ ഇപ്പൊ ഉണ്ടാക്കാം ഒലത്താവെന്നും പറഞ്ഞു. നന്നായി ഒലപ്പിക്കുള്ളൂ, നന്നാക്കുമ്പോ. അതുകൊണ്ടാണല്ലോ കെട്ടി വെച്ച കാശ് കൊടുക്കാൻ പാടില്ല. നീതിബോധമുള്ളവരാണ്. അതാ അതുകൊണ്ട് പണ്ട് മുതൽ കണ്ടതെല്ലാം വിദേശികളെ തൊടാൻ നമ്മുടെ പടി. ആകെ സ്വദേശി എന്ന് പറഞ്ഞാൽ ഇപ്പോ ജോയിസാ. അതുകൊണ്ട് വയ്യാവേലി 5 വർഷം കയറി പിടിച്ചു, എങ്ങും കൊള്ളാത്ത വരുവോയി. വീണ്ടും ഈ വയ്യാവേലി ശോഭക്കാനുള്ള വിധി ആണോ ഇന്ത്യക്കാർക്കുള്ളത്, ഈ ഇടുക്കിക്കാർക്കുള്ളത്? അതുകൊണ്ട് പ്രിയമുള്ളവരെ, കേരളത്തിന്റെ ശബ്ദം. MM മണിക്ക് മറുപടിയുമായി ഡീൻ കുര്യാക്കോസും രംഗത്ത് വന്നു. MM മണിയുടെ തെറി അഭിഷേകം തനിക്ക് ആദ്യത്തെ അനുഭവമല്ലെന്നാണ് ഡീന്റെ പ്രതികരണം. മുൻപും പലതവണ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തിയിട്ടുണ്ട്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്ന രീതിയിൽ മറുപടിയാണ് MM മണി ആഗ്രഹിക്കുന്നത്. താൻ പക്ഷേ അതിന് മറുപടി പറയാനില്ലെന്നാണ് ഡീൻ കുര്യാക്കോസിന്റെ നിലപാട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരാദ്യത്തെ അനുഭവമല്ല. അദ്ദേഹം സ്ഥിരമായി എനിക്കെതിരെ ഈ വിധത്തിലുള്ള ഭാഷാപ്രയോഗങ്ങൾ നടത്താറുള്ളയാളാണ്. അതിന് അദ്ദേഹത്തെ എന്തോ ലൈസൻസ് കൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്ന ഒരു തെറ്റിദ്ധാരണയിലാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തെറിക്കുത്തരം മുറിപ്പത്തൽ എന്നുള്ള ഒരു ശൈലിയാണ് ഇവരാഗ്രഹിക്കുന്നതെങ്കിൽ എൻ്റെ ഭാഷാ ശൈലിയിൽ അങ്ങനെയൊരു പദപ്രയോഗങ്ങൾ ഞാൻ ശീലിച്ചിട്ടില്ല, ഞാനിവിടെ പ്രയോഗിക്കാൻ ആഗ്രഹിക്കുന്നുമില്ല. പക്ഷേ ഒരു കാര്യത്തിൽ ശ്രീ MM മണി മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് ഇടുക്കി ജില്ലക്കാർ അനുഭവിക്കുന്ന മുഴുവൻ ബുദ്ധിമുട്ടുകൾക്കും കേന്ദ്രബിന്ദുവായി നിന്നുകൊണ്ട് ഈ ജനവിരുദ്ധ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിച്ച മന്ത്രിസഭാ യോഗങ്ങളിൽ ശ്രീ മണി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായി. MM മണിയുടെ വിവാദ പ്രസ്താവനകൾ മുമ്പും ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും നാടൻ പ്രയോഗമെന്ന ന്യായീകരണം ഉണ്ടായെങ്കിൽ കൂടിയും ഇത്തവണ അദ്ദേഹം നടത്തിയ പ്രയോഗം തെരഞ്ഞെടുപ്പ് രംഗത്ത് CPM-ന് മറുപടി പറയേണ്ടി വരും എന്നതാണ് നിലവിലെ സാഹചര്യം. എന്തായാലും നാളെ അടക്കം ഈ വിഷയത്തിൽ തുടർ പ്രതികരണങ്ങളും വിവാദ സാധ്യതകളും നമുക്ക് മാറ്റി നിർത്താനാവില്ല. നമ്മൾ തൃശ്ശൂരിലേക്ക് പോകുമ്പോൾ തൃശ്ശൂരിൽ പ്രമുഖരുടെ പിന്തുണ ഉറപ്പാക്കാനുള്ള മത്സരമാണ് അവിടെ സ്ഥാനാർത്ഥികൾ നടത്തുന്നത്. കെ മുരളീധരന്റെ ബന്ധുവീട്ടിൽ സുരേഷ് ഗോപിക്ക് ചായ സൽക്കാരം എന്നതായിരുന്നു ഇന്ന് രാവിലെ വന്ന വാർത്ത. മുരളി മന്ദിരത്തിന് സമീപമുള്ള കെ കരുണാകരന്റെ ഭാര്യയുടെ സഹോദരി സത്യഭാമയുടെ വസതിയിലാണ് സുരേഷ് ഗോപി എത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായുള്ള ചായ സൽക്കാരത്തിൽ പങ്കെടുക്കാനാണ്
ഇവിടെ എത്തിയതെന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അതേസമയം സുരേഷ് ഗോപിക്കെതിരെ പരിഹാസവുമായി കെ മുരളീധരനും രംഗത്ത് വന്നു. സന്ദർശനത്തിലൂടെ സുരേഷ് ഗോപിക്ക് കിട്ടുന്നത് 0 വോട്ടാണ്. സുരേഷ് ഗോപി എല്ലാ സ്ഥലത്തും കയറി നിരങ്ങുകയാണ്. ഗെറ്റ് ഔട്ട് അടിക്കുന്ന പാരമ്പര്യം തങ്ങൾക്കില്ല, അതുകൊണ്ടാണ് കയറി ഇറങ്ങാൻ കഴിയുന്നത്. പത്മഭൂഷൺ നൽകാമെന്ന് പറഞ്ഞിട്ടും സുരേഷ് ഗോപിയെ ഗെറ്റ് ഔട്ട് അടിച്ചു. സ്ഥാനാർത്ഥിക്ക് എവിടെ വേണമെങ്കിലും കയറാം, അതൊന്നും ചർച്ചയാകേണ്ടതില്ല. സുരേഷ് ഗോപി തോൽവി ഉറപ്പിച്ച ആളാണ്. 3ാം സ്ഥാനത്തുള്ളയാൾ എവിടെയൊക്കെ പോകുന്നു എന്നതിൽ പ്രസക്തിയില്ലെന്നും കെ മുരളീധരൻ പറയും. സ്ഥാനാർത്ഥിക്ക് എവിടെയും പോവാം, പക്ഷേ ചെല്ലുന്ന പല സ്ഥലത്തും അദ്ദേഹത്തിന് കിട്ടുന്നത് 0 വോട്ടായി. തോൽക്കുന്ന ഉറപ്പായി, 3ാം സ്ഥാനം ഉറപ്പായി. അപ്പോൾ വാർത്തകൾ സൃഷ്ടിക്കുക. ഇപ്പോൾ ഏത് വീട്ടിൽ കയറി ചെന്നാലും ഇപ്പോൾ അന്തസ്സുള്ളാരും ആരും ഗെറ്റൗട്ട് പറയില്ല. അതുകൊണ്ട് അദ്ദേഹം എവിടെയും കയറി ചെല്ലും. പക്ഷേ ചില സ്ഥലത്ത് ചെന്നപ്പോൾ വളരെ മോശം പ്രതികരണം ഉണ്ടായി. കഴിഞ്ഞ ദിവസം ഉയർന്ന വിവാദമാണ്. സുരേഷ് ഗോപി കലാമണ്ഡലം ഗോപിയുടെ വീട്ടിലെത്തി അദ്ദേഹത്തിന് ഒരു ഇടനിലക്കാരനെ നിർത്തി സംസാരിച്ചു. അത് വലിയ വിവാദവും വിമർശനങ്ങളും ഉണ്ടായതാണ്. അതിന്റെ തുടർ വാർത്തയിൽ BJP സംസ്ഥാന നേതൃത്വം കൂടി ഇടപെടുന്നു. സുരേഷ് ഗോപിക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇടനിലക്കാരുടെ ആവശ്യമില്ലെന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട വിവാദം അവസാനിച്ചു എന്നുമാണ് സുരേന്ദ്രൻ പ്രതികരിക്കുന്നത്. വിവാദം അവസാനിച്ചല്ലോ. കലാമണ്ഡലം ഗോപി ആശാനുമായി ബന്ധപ്പെട്ട് ചില ആളുകൾ ഉണ്ടാക്കിയ വിവാദം തന്നെ അവരിൽ തന്നെ അത് പറഞ്ഞല്ലോ. സുരേഷ് ഗോപിക്ക് വേണ്ടി സംസാരിക്കാൻ ആരെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത ഇടനിലക്കാരെ വിടേണ്ട ഒരു കാര്യം ഉണ്ടോ? സുരേഷ് ഗോപിക്ക് നേരിട്ട് ബന്ധമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി ഊണ് കഴിച്ചിട്ടുള്ള ആളാണ്. എത്രയോ കാലമായിട്ട് പരിചയമുള്ള ആളാണ്. ഞങ്ങൾക്കെല്ലാം വളരെ പരിചയമുള്ള ആളാണ്. ഏതാണ് ഈ ഇടനില? അപ്പൊ ഇതെല്ലാം വളരെ കാൽക്കുലേറ്റഡ് മൂവാണ്. നിരാശരായിട്ടുള്ള CPM-നും കോൺഗ്രസിനും ഇത്തരം പ്രചാരണങ്ങളിലൂടെ രക്ഷപ്പെടാമെന്നുള്ള വ്യാമോഹമാണ്. ഒന്നും നടക്കാൻ പോകുന്നില്ല. സുരേഷ് ഗോപിക്ക് ഗെറ്റ് ഔട്ട് അടിച്ചെങ്കിലും ആലത്തൂരിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന് സ്വീകരണമാണ് കലാമണ്ഡലം ഗോപി നൽകുന്നത്. വീഡിയോ സന്ദേശത്തിലൂടെയാണ് അദ്ദേഹത്തിന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള കലാമണ്ഡലം ഗോപിയുടെ പ്രസ്താവന പുറത്തു വന്നത്. ഇപ്പോൾ വന്നൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ഇടുക്കി മാങ്കുളത്ത് വാഹനാപകടത്തിൽ 2 മരണം. നിയന്ത്രണം നഷ്ടപ്പെട്ട ട്രാവലർ കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മാങ്കുളം ആനക്കുളം റോഡിലാണ് അപകടമുണ്ടായത്. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു. 3 വയസ്സുള്ള ഒരു കുട്ടിയും മരണപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു എന്നതാണ് പുറത്തുവരുന്ന വാർത്ത. ഇടുക്കി മാങ്കുളത്താണ് ഈ വാഹനാപകടം ഉണ്ടായിരിക്കുന്നത്. നിയന്ത്രണം വിട്ട ട്രാവലർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം ഉണ്ടായത്. തമിഴ്നാട്ടിൽ നിന്നെത്തിയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. മാങ്കുളം ആനക്കുളം റോഡിലാണ് അപകടമുണ്ടായത് എന്നതാണ് ഇപ്പോൾ വരുന്ന വാർത്ത. പരിക്കേറ്റവരെ അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ട്രാവലറിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിരുന്നു. 2 പേരാണ്. 15 പേർക്ക് പരിക്കേറ്റു. ഒപ്പം 30 അടി താഴ്ചയിലേക്കാണ് ഈ വാഹനം മറിഞ്ഞത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇടുക്കി മാങ്കുളത്താണ് ഈ അപകടമുണ്ടായിരിക്കുന്നത്. 2 പേർ ഈ അപകടത്തിൽ മരണപ്പെട്ടിരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുള്ളവരാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മരണപ്പെട്ടവരിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയും ഉൾപ്പെടുന്നു. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ 30 അടി താഴ്ചയിലേക്കാണ്, കൊക്കയിലേക്കാണ് വാഹനം മറിഞ്ഞത്. സ്റ്റാലിൻ നമുക്കൊപ്പം ചേരുന്നു. സ്റ്റാലിൻ, എന്താണ് ഈ അപകടം? ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? സജിത്ത്, തിരുനെൽവേലിയിൽ നിന്നും, തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ നിന്നും ഇടുക്കി സന്ദർശിക്കാൻ എത്തിയ ഒരു സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാർ സന്ദർശിച്ച ശേഷം മാങ്കുളത്തേക്ക് എത്തുകയായിരുന്നു. മാങ്കുളം സന്ദർശിക്കാൻ ആനക്കുളത്തേക്ക് എത്തുമ്പോഴാണ് ഈ അപകടം ഉണ്ടായത്. ഏതാണ്ട് 30-40 അടിയോളം താഴ്ചയിലുള്ള കൊക്കയിലേക്ക് ഇവരുടെ ട്രാവലർ മറിയുകയായിരുന്നു. നിയന്ത്രണം വിട്ട വാഹനം മറിഞ്ഞത് 14 പേർക്കോളം ഇതിൽ പരിക്കേറ്റിട്ടുണ്ട്. അതിൽ 2 പേരുടെ നില ഗുരുതരമാണ്. അതോടൊപ്പം തന്നെ 3 വയസ്സുള്ള ഒരു കുട്ടിയും ഒരു വയോധികനും മരണപ്പെട്ടതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്നാൽ ഇവരുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിട്ടില്ല. എന്തായാലും നാട്ടുകാരും മാങ്കുളം പോലീസും എല്ലാം ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി ഇവരെ അടിമാലിയിലേക്കും അതുപോലെ തന്നെ കോതമംഗലത്തുള്ള ആശുപത്രിയിലേക്കും എല്ലാം എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ അറിവാവുന്നേ ഉള്ളൂ. സജിത്ത്, ഇപ്പോൾ നടന്ന ഒരു അപകടമാണ്. എന്തായാലും ഇത് അങ്ങേറ്റം ദുരന്തമാണ്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ 30 അടി താഴ്ചയിലേക്ക് വാഹനം മറിഞ്ഞിരിക്കുന്നു. വാഹനം, ആ ട്രാവലർ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന ദൃശ്യങ്ങൾ തന്നെ അറിയാം. ആ അപകടത്തിൻ്റെ ഒരു വ്യാപ്തി, അത്ര വലിയൊരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. 15 പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. 2 മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിൽ 3 വയസ്സുള്ള ഒരു കുട്ടിയുമുണ്ട് എന്നതാണ് ഏറെ ദുഃഖകരമായ വാർത്ത. ഇടുക്കി മാങ്കുളത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന യാത്രാ സംഘമാണ്, അവരുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്.
മറ്റൊരു വാർത്തയിലേക്ക് നമുക്ക് പോകാം. അതും ഒരു അപകട വാർത്തയാണ്, ഒരു ദുരന്ത വാർത്തയാണ്. വിഴിഞ്ഞം തുറമുഖത്ത് കരിങ്കല്ലുമായി വന്ന ലോറിയിൽ നിന്നും കല്ല് തെറിച്ചു വീണ് പരിക്കേറ്റ വിദ്യാർത്ഥിക്ക് ദാരുണ അന്ത്യം. വിഴിഞ്ഞം മുക്കോല സ്വദേശി അനന്തുവാണ് മരണപ്പെട്ടത്. നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ 3ാം വർഷ BDS വിദ്യാർത്ഥിയാണ് അനന്തു സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോഴാണ് കരിങ്കല്ല് തെറിച്ചു വീണ് അപകടമുണ്ടായത്. ഇന്നലെ രാവിലെ 8 മണിയോടെയാണ് സംഭവം ഉണ്ടായത്. മറ്റൊരു വാർത്തയിലേക്ക് വരുമ്പോൾ തിരുവനന്തപുരം ബാലരാമപുരത്ത് KSRTC ബസിന്റെ ചക്രം കാലിലൂടെ കയറിയിറങ്ങിയ യുവതിക്ക് ഗുരുതരമായ പരിക്കേറ്റത് ചാവടിനട സ്വദേശി ഉഷയാണ്. ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഉഷ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങുന്നതിനിടെയാണ് അതേ ബസിന്റെ പിൻചക്രം ഉഷയുടെ ഇരുകാലിലും കയറിയിറങ്ങിയത്. ലൈവ് അറ്റ് 6 PM അവസാനിപ്പിക്കുന്നതിന് മുമ്പായി സ്വർണ്ണ വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6050, പവന് 48,400 രൂപ. 18 ക്യാരറ്റ് സ്വർണത്തിന് ഗ്രാമിന് 5050, പവന് 40,400 രൂപ. വെള്ളി ഗ്രാമിന് 80 രൂപ, കിലോഗ്രാമിന് 80,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഒരു പകൽ വാർത്താ ദിനം പൂർണ്ണമാകുമ്പോൾ നാളത്തെ ദിവസവും ഇനി തുടർച്ചയുണ്ടാവുന്ന നിരവധി വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പും അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രചരണങ്ങളും വിവാദങ്ങളും തന്നെയാണ് ചർച്ചയാവുന്നത്. അതിൻ്റെ തുടർ വാർത്തകളും നമുക്ക് നാളെ പ്രതീക്ഷിക്കാം. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർണ്ണമാവും. ഒപ്പം രാഹുൽ ഗാന്ധി കേരളത്തിന് പുറമെ മറ്റെവിടെയെങ്കിലും മത്സരിക്കുമോ എന്ന പ്രധാനപ്പെട്ട തീരുമാനവും നാളെ ഉണ്ടാവും. ഇന്നുയർന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെയൊക്കെ മറുപടിയും നാളെ പ്രതീക്ഷിക്കാം. ലൈവ് അറ്റ് 6 PM പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.